പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകളായി നിയന്ത്രിച്ചിരുന്ന പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വിയോഗം ഇറാനിൽ മാത്രമല്ല ആഗോള രാഷ്ട്രീയ ചതുരംഗപാളയത്തിൽ തന്നെ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളുടെ വിശ്വസ്ത പങ്കാളിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യ രംഗത്തെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും അടുത്ത വലങ്കയും റഷ്യൻ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വേദ് തന്നെ നേരിട്ട് ടെഹ്റാനിലെത്തിയത് മോസ്കോ ഈ വിഷയത്തിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഖമേനിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന വിടവാങ്ങൽ ചടങ്ങുകളിൽ പങ്കെടുത്ത മെദ്വേദേവ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി നടത്തിയ കൂടിക്കാഴ്ച പാശ്ചാത്യ ശക്തികൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കടുത്ത സൈനിക സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഇറാൻ കാട്ടുന്ന പ്രതിരോധ വീര്യത്തെ റഷ്യൻ പ്രതിനിധി പ്രകീർത്തിച്ചു. ഖമേനിയുടെ മരണം ഒരു രക്തസാക്ഷിത്വമാണെന്ന് വിശേഷിപ്പിച്ച മെദ്വേദേവ് റഷ്യ എന്നും ടെഹ്റാനൊപ്പം നിലകൊള്ളുമെന്ന് ഉറപ്പും ആവർത്തിച്ചു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സഖ്യത്തിനെതിരെ ഇറാൻ നടത്തുന്ന പോരാട്ടങ്ങളെ മോസ്കോ മുൻപും പരസ്യമായി പിന്തുണച്ചിട്ടുള്ളതാണ്. ഇറാനെതിരെയുള്ള US ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കങ്ങളെ റഷ്യ നിരന്തരം അപലപിച്ചിരുന്നു. ഖമേനിയുടെ വിയോഗത്തിന് കാരണമായ സംഭവങ്ങളെ വ്ളാഡിമിർ പുടിൻ മുൻപ് വഞ്ചനാപരമായ കൊലപാതകമെന്ന് വിശേഷിപ്പിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. ആ നിലപാടിൽ നിന്ന് റഷ്യ ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു മെദ്വേദേവിന്റെ ടെഹ്റാൻ സന്ദർശനം. ഇറാനിൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക ദുഃഖാചരണ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് പരമോന്നത നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്കും മറ്റു പ്രധാന നഗരങ്ങളിലേക്കും ഒഴുകിയെത്തുന്നത്. ജനങ്ങളുടെ ഈ അഭൂതപൂർവമായ പങ്കാളിത്തം രാജ്യത്തിന്റെ ആഭ്യന്തര ഐക്യത്തെയും പ്രതിരോധ വ്യവസ്ഥയോടുള്ള അവരുടെ വിശ്വസ്തതയുമാണ് കാട്ടുന്നത്. വൻ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി നടക്കുന്ന ഈ ചടങ്ങുകൾക്കിടയിലാണ് റഷ്യയുടെ അതിശക്തമായ നയതന്ത്ര ഇടപെടൽ ഉണ്ടാകുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ റഷ്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപരമായ കൂട്ടുകെട്ട് കേവലം സാമ്പത്തിക ഇടപാടുകളിൽ ഒതുങ്ങുന്നതല്ലെന്ന് ഈ സന്ദർശനം തെളിയിക്കുന്നു. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ നൽകിയ സൈനിക സാങ്കേതിക പിന്തുണ റഷ്യ മറന്നിട്ടില്ല. ഡ്രോണുകളും മറ്റ് അത്യാധുനിക യുദ്ധോപകരണങ്ങളും കൈമാറിക്കൊണ്ട് ഉപരോധങ്ങളെ മറികടക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്ത തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായി ഇറാൻ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ തങ്ങൾ ഒപ്പം നിൽക്കുമെന്ന സന്ദേശമാണ് മോസ്കോ നൽകുന്നത്. ഖമേനിയുടെ വിയോഗത്തോടെ ഇറാന്റെ പ്രാദേശിക സ്വാധീനത്തിന് മങ്ങലേൽക്കുമെന്ന് പ്രത്യേകിച്ച അമേരിക്കയ്ക്കും ഇസ്രായേലിനും റഷ്യയുടെ ഈ നീക്കം വലിയ തിരിച്ചടിയാണ്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് തകർക്കാൻ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങൾക്ക് റഷ്യ തടസ്സമാകുമെന്ന സൂചനയാണിത്. മെദ്വേദേവിന്റെ സന്ദർശനത്തിലൂടെ ഇറാനിലെ ഭരണമാറ്റമോ ആഭ്യന്തര അസ്ഥിരതയോ ലക്ഷ്യമിടുന്ന ഏതൊരു വിദേശ ശക്തിക്കും റഷ്യ നേരിട്ടുള്ള പ്രതിരോധം തീർക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനെയും സംബന്ധിച്ചിടത്തോളം ഈ റഷ്യൻ പിന്തുണ വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആഭ്യന്തരമായി പുതിയ നേതൃത്വത്തെ വാർത്തെടുക്കേണ്ടി വരുന്ന ഈ പരിവർത്തന കാലഘട്ടത്തിൽ റഷ്യയെ പോലൊരു ആണവ വൻശക്തി ഒപ്പമുണ്ടെന്നത് ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പാശ്ചാത്യ ഉപരോധങ്ങളെ ഒന്നിച്ചു നേരിടാനുള്ള പുതിയ സാമ്പത്തിക പ്രതിരോധ കരാറുകൾക്ക് ഈ കൂടിക്കാഴ്ചയിൽ അടിത്തറയിട്ടതായാണ് സൂചനകൾ. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. വാഷിംഗ്ടണും ടെൽ-അവീവും അതീവ ആശങ്കയോടെയാണ് ടെഹ്റാനിൽ നിന്നുള്ള ദൃശ്യങ്ങളെ വീക്ഷിക്കുന്നത്. റഷ്യയും ഇറാനും ചൈനയും ഉൾപ്പെടുന്ന പുതിയൊരു കിഴക്കൻ സഖ്യം രൂപപ്പെടുന്നത് തങ്ങളുടെ ആഗോളാധിപത്യത്തിന് ഭീഷണിയാണെന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ റഷ്യൻ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിലേക്ക് ഒഴുകാൻ ഈ സന്ദർശനം കാരണമായേക്കാം. ഇത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഈ നയതന്ത്ര നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ ശീതയുദ്ധത്തിന് തുടക്കമിടുകയാണ്. വൻ ശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു യുദ്ധഭൂമിയായി പശ്ചിമേഷ്യ മാറാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു. ഇറാനെതിരെയുള്ള ഏതൊരു നീക്കവും തങ്ങൾക്കെതിരെയുള്ള നീക്കമായി റഷ്യ കണക്കാക്കുമെന്ന ദിമിത്രി മെദ്വേദേവിന്റെ ചില്ലിംഗ് മെസ്സേജ് ലോകത്തെ ഒരു പുതിയ യുദ്ധവേദിയിലേക്ക് തള്ളിവിടുന്നു. ആഗോള വിപണിയെയും എണ്ണവിലയെയും ഒരുപോലെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ തർക്കം വരും ദിവസങ്ങളിൽ വളർന്നേക്കാം. യഥാർത്ഥത്തിൽ അയത്തുള്ള അലി ഖമേനിയുടെ വിടവാങ്ങൽ ഇറാന്റെ അന്ത്യമല്ല, മറിച്ച് പാശ്ചാത്യ വിരുദ്ധ ചേരിയുടെ കൂടുതൽ ശക്തമായ ഒത്തുചേരലിനുള്ള വേദിയായി മാറിയിരിക്കുകയാണ്. റഷ്യയുടെ പരസ്യമായ ഈ പിന്തുണയോടെ ഇറാൻ തങ്ങളുടെ ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ തീവ്രമാക്കുമെന്നുറപ്പാണ്. ലോകം ഉറ്റുനോക്കുന്നത് ഇനി ടെഹ്റാനിൽ നിന്നും മോസ്കോയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന അടുത്ത തന്ത്രപരമായ നീക്കങ്ങളിലേക്കാണ്.